നമുക്ക് പീടികയിൽ വിടാതെ നിൽക്കാൻ പറ്റുന്നില്ല. പീടിക പൂട്ടിയിട്ട് പോകേണ്ടി വന്നു. സ്കൂൾ സീസണിൽ ഞാൻ 2 ദിവസം പീടിക പൂട്ടിപ്പോയതാണ്. എന്ന് വെച്ചാൽ മണക്കെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാർ നടന്നുപോയിരിക്കുന്നത്, നിങ്ങളെങ്ങനെ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. പുതുപ്പണത്ത് പ്രവർത്തിക്കുന്ന വടകര നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശുചിമുറി മാലിന്യം കലർന്ന വെള്ളം റോഡിലേക്ക് ഒഴുകിയത് പ്രദേശവാസികൾക്ക് ദുരിതമായി. അസഹനീയ ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം പ്രയാസത്തിലാണെന്നാണ് സമീപവാസികൾ പറയുന്നത്. കക്കൂസ് ടാങ്ക് നിറഞ്ഞതിനെ തുടർന്ന് ടാങ്കിന്റെ അടപ്പ് തുറന്നതോടെയാണ് മലമൂത്ര വിസർജ്യം കലർന്ന വെള്ളം പൊതുറോഡിലേക്ക് ഒഴുകിയെത്തിയത്. പ്രദേശത്ത് അസഹനീയ ദുർഗന്ധമാണ് അനുഭവപ്പെട്ടത്. സമീപത്തെ വ്യാപാരികളെയും കാൽനടയാത്രക്കാരെയും പ്രദേശവാസികളെയും ഇത് ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ആശുപത്രിയിൽ നിലവിലുള്ള കക്കൂസ് ടാങ്കിന് പരമാവധി 50ഓളം പേർക്ക് ഉപയോഗിക്കാനുള്ള ശേഷി മാത്രമാണുള്ളത്. എന്നാൽ നിലവിൽ കിടത്തി ചികിത്സയിലുള്ള രോഗികൾ, കൂട്ടിരിപ്പുകാർ, മറ്റു ചികിത്സകൾക്കായി ദിവസേന എത്തുന്നവർ ഉൾപ്പെടെ 150ലധികം ആളുകളാണ് ശുചിമുറിയെ ആശ്രയിക്കുന്നത്. കപ്പാസിറ്റിക്ക് അപ്പുറമുള്ള അമിത ഉപയോഗമാണ് ടാങ്ക് നിറയാൻ കാരണമാകുന്നത്. വർഷാവർഷം ടാങ്കിലെ മാലിന്യം നീക്കം ചെയ്യാറുണ്ടെങ്കിലും കഴിഞ്ഞ തവണ ഇത് പൂർണ്ണമായി വൃത്തിയാക്കാൻ സാധിച്ചിരുന്നില്ലെന്നാണ് വിവരം. നിലവിൽ കാലവർഷം കനത്തതോടെ ടാങ്കിലേക്ക് വെള്ളമിറങ്ങി നിറയുകയും വെള്ളം ഉള്ളിലേക്ക് തന്നെ തിരിച്ചടിക്കുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തു. ടാങ്കിലെ മാലിന്യം പൂർണ്ണമായി പമ്പ് ചെയ്ത് മാറ്റാനും കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ പുതിയ സെപ്റ്റിക് ടാങ്ക് സംവിധാനം ഇവിടെ അടിയന്തരമായി നിർമ്മിക്കാനും അധികൃതർ തയ്യാറാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ ആയുർവേദത്തിൻ്റെ ഈ പൈപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ലീക്കായിട്ട് റോഡുമിലേക്കാണ് വരുന്നത്. റോഡുമിൽ വന്ന് അത് ഈ ഓവുചാലിലേക്കാണ് പോകുന്നത്. പോയി കഴിഞ്ഞാൽ അടുത്തുള്ള വീടുകളുണ്ട്, വീട്ടുകാർക്കുള്ള കിണറുമുണ്ട്. അതൊന്നും ഒരു പ്രശ്നം. അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയും അതിപ്പോൾ ശരിയാക്കുക, അതിപ്പോൾ ശരിയാക്കുക. ഇത് ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരു മഴവെള്ളം കുത്തി ഒലിക്കുന്ന മാതിരി ആയിരുന്നു വന്നത്. അത് പറഞ്ഞുതരാം. അതിൻ്റെ മെയിൻ ഒരാളുണ്ട്, എല്ലാം നോക്കുന്ന ഒരാൾ. പേര് പറയുന്നതിന് അയാളോട് പറഞ്ഞ അയാൾ പറഞ്ഞു ഇതൊന്നും എന്നോട് പറയണ്ട. ഞാൻ പറഞ്ഞു ഇത്രയും കാലങ്ങൾ ഇവിടെ 70 വയസ്സ് കഴിഞ്ഞവർ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത് പിന്നെ അത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നന്നാ പറഞ്ഞു തരാം, അത് പറയണ്ടേ. അതൊന്നുമില്ല. അയാൾ ഇതൊന്നും അപ്പോൾ അത് വന്നിട്ട് ഇതിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും വെള്ളം കുറച്ച് പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു പൈപ്പിൽ വെള്ളമടിച്ചാൽ അത് റോഡ് മേലേക്കല്ലേ വരിക. അന്നേരം ഞങ്ങൾ എല്ലാം ബന്ധപ്പെട്ട് എല്ലാ ആൾക്കാരെയും വിളിച്ച് ഞാനിന്ന് വേറെ MLA നമ്പറിൽ വിളിച്ച് എടുക്കുന്നില്ല. സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത് ഇപ്പോൾ, അതുവരെ ഉള്ളതിപ്പോൾ. നമുക്ക് പീടികയിൽ വിടാതെ നിൽക്കാൻ പറ്റുന്നില്ല. പീടിക പൂട്ടിയിട്ട് പോകേണ്ടി വന്നു. സ്കൂൾ സീസണിൽ ഞാൻ 2 ദിവസം പീടിക പൂട്ടിപ്പോയതാണ്. എന്ന് വെച്ചാൽ മണക്കെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാർ നടന്നുമ്പോൾ ചോദിക്കുന്നത് നിങ്ങളെങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളെങ്ങനെ ഇരിക്കുക? വീടിൽ പണിയുമുണ്ട്, പണിയെടുക്കാനാണ്ടേ. അതെ, സ്കൂളിലെ കുട്ടികൾ പോകുന്ന ചെറിയ കുട്ടികൾ, ഞങ്ങൾ വാഹനങ്ങൾ ആ സൈഡിൽ നിർത്തുമ്പോൾ ഞാൻ അവരോട് പറയും അവിടെ നിർത്തണ്ട, ഇങ്ങനെ ഇപ്പുറത്ത് എന്തെങ്കിലും ഓരോ കാലിന് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളുണ്ടെങ്കിൽ അഴുക്ക് കാൽമേലാവില്ലേ. ഇന്നലെ ഇതുപോലെ ചാനലുകാർ വന്നിട്ട് എടുത്തു പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഔട്ട് ചെയ്ത് കണ്ടതല്ലാണ്ട് ഇതിനെക്കൊണ്ട് കാര്യം ഉണ്ടായില്ല. എത്ര കാലം ഇവരോട് ഇങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലുകാരോട് മുനിസിപ്പാലിറ്റിക്കാരോട് പറയാൻ പറയും. പക്ഷേ മുനിസിപ്പാലിറ്റിക്കാർ ഇവിടെ ദിവസം വന്നിട്ട് ഓരോ നോക്കും പോകാമെന്നല്ലാണ്ട് ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മാർഗം ആരും തരുന്നില്ല. ഇന്ന് മുനിസിപ്പാലിറ്റീൻ്റെ ഒരാൾ വന്നേരം പറഞ്ഞു വെച്ചാൽ അത് ആൾ കൂടുതലുള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അവരോട് പറയണോ ആളെ കുറച്ച് കൊണ്ടുവരിക, എന്നാലാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ സാധിക്കുള്ളൂ. അതെന്ന് വെച്ചാൽ പിന്നെ അവിടെ പോയ അതിൻ്റെ ഉള്ളിൽ ഓവറായി വെള്ളം. അന്നേരം എന്തുകൊണ്ട് ഇവിടെ തുറന്നാകുമ്പോൾ അത് തീർത്ത് പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അതെല്ലാം ശരി. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കൊതുകാണ്, ഇരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെ കാണാൻ ആരെങ്കിലും വന്നിരിക്കാൻ ചോദിക്കൂ ഇതെന്താ നിങ്ങളെങ്ങനെ ഇവിടെ ഇരിക്കുന്നതെന്ന്. കൊതുകെല്ലായിടത്തിലും എന്നാലും അതിലും കൂടുതലായിട്ടുള്ള കൊതുകാണ്. +2 കഴിഞ്ഞ് എന്താകണമെന്ന് തീരുമാനിക്കുന്നത് പിന്നീടാണ്. പക്ഷേ +1 എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്നാണ്. ബുസ്താനിയ വിമൻസ് കോളേജ് വടകര. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിൽ നിലവാരമുള്ള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, പരിചയസമ്പന്നരായ അധ്യാപകർ, വ്യക്തിഗത ശ്രദ്ധ, മികവുറ്റ പഠനാന്തരീക്ഷം, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ ക്യാമ്പസ്. കൂടാതെ അക്കാദമിക പഠനത്തിനോടൊപ്പം മതപഠനത്തിനായി ദാറുൽ ഹുദയുടെ മഹദിയെയും ഒരേ ക്യാമ്പസിൽ. പഠനത്തിനൊപ്പം ആത്മവിശ്വാസവും നല്ല സൗഹൃദങ്ങളും മനോഹരമായ ക്യാമ്പസ് ജീവിതവും വിജയകരമായ ഭാവിക്കുള്ള ശക്തമായ അടിത്തറ. ബുസ്താനിയ വിമൻസ് കോളേജ് വടകര. Tomorrow's leaders begin here. Admissions open.